പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ രാവിൽ വമ്പന്മാരായ ആഴ്സണലിനും ചെൽസിക്കും പരാജയം. ആഴ്സണൽ സ്വന്തം മൈതാനത്ത് വെസ്റ്റ് ഹാമിനോട് പരാജയപ്പെട്ടു. എതിരില്ലാത്ത ഒറ്റ ഗോളിനായിരുന്നു വെസ്റ്റ് ഹാമിന്റെ വിജയം. ഈ തോൽവി കിരീട പോരാട്ടത്തിൽ ആഴ്സണലിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. മത്സരത്തിന് 44-ാം മിനിറ്റിൽ ജെറാർഡ് ബോവനാണ് വെസ്റ്റ് ഹാമിന്റെ വിജയ ഗോൾ നേടിയത്. രണ്ടാം പകുതിയിൽ 64-ാം മിനിറ്റിൽ യുവതാരം ലൂയിസ് കെല്ലി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ ആഴ്സണൽ 10 പേരായി ചുരുങ്ങി. സമനില ഗോളിനായി ആഴ്സണൽ അവസാന നിമിഷം വരെ പൊരുതിയെങ്കിലും ലക്ഷ്യം കാണാൻ അവർക്കായില്ല. പരാജയത്തോടെ ആഴ്സണൽ 26 മത്സരങ്ങളിൽ നിന്ന് 53 പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്. ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളിനേക്കാൾ 8 പോയിന്റ് പിന്നിലാണ് നിലവിൽ ആഴ്സണൽ. വെസ്റ്റ് ഹാം 30 പോയിന്റുമായി 16-ാം സ്ഥാനത്താണ്. അതേസമയം ചെൽസി അസ്റ്റൺ വില്ലയോട് പരാജയപ്പെട്ടു. 1-2 ഗോളുകൾക്കായിരുന്നു അസ്റ്റൺ വില്ലയുടെ വിജയം. വിന്ററിൽ ലോണിലെത്തിയ അസൻസിയോയുടെയും റാഷ്ഫോർഡിന്റെയും മികവിലാണ് വില്ലയുടെ വിജയം. മത്സരത്തിൽ മുന്നിലെത്തിയ ശേഷം ചെൽസി പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. 9-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ ഗോളിൽ ചെൽസി ലീഡെടുത്തു. രണ്ടാം പകുതിയിൽ അസൻസിയോയുടെ ഇരട്ട ഗോളുകൾ അസ്റ്റൺ വില്ലയ്ക്ക് വിജയം സമ്മാനിച്ചു. 57-ാം മിനിറ്റിലും 89-ാം മിനിറ്റിലുമായിരുന്നു ഗോളുകൾ. 2 ഗോളുകൾക്കും റാഷ്ഫോർഡാണ് അസിസ്റ്റ് നൽകിയത്. ജയത്തോടെ 27 മത്സരങ്ങളിൽ 42 പോയിന്റുമായി അസ്റ്റൺ വില്ല ലീഗിൽ 7-ാം സ്ഥാനത്താണ്. 26 മത്സരങ്ങളിൽ 43 പോയിന്റുള്ള ചെൽസി 6-ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.